اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞൊരായത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലുത് എന്ന്. വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ ബഹുമാന്യരായ സൂഫിയാക്കൾ അതിന് പറയുന്ന ഒരർത്ഥമുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു നമ്മെ മാത്രമായി ഓർക്കുന്ന ഒരു സമയം, അതാണ് അക്ബർ, ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് രണ്ട് നിലക്ക് സൃഷ്ടികളോടുണ്ട്. മഅയ്യത്ത് ആമുണ്ട്, മഅയ്യത്ത് ഖാസുണ്ട്. ഐനമാ കുൻതും ബഹുവ മഅക്കും എന്ന് അള്ളാഹു തആല പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട നാടിയേക്കാൾ ഞാൻ അടുത്താണ് എന്ന് പറയുന്നത്, അത് മഅയ്യത്ത് ആമാണ്. അതെല്ലാ സൃഷ്ടികളോടും അങ്ങനെ തന്നെയാണ്. എന്നാൽ മഅയ്യത്ത് ഖാസ് ഉണ്ട്. അള്ളാഹു പ്രത്യേകമായി നമ്മിലേക്ക് നോക്കുന്നൊരവസ്ഥ, നമ്മളെ മാത്രം അള്ളാഹു തആല പരിഗണിക്കുന്നൊരവസ്ഥ, അത് ഏറ്റവും വലുതാണ് എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ പറയണം. മൻ നളറല്ലാഹു ഇലൈഹി നളറത്ത്. ഒറ്റ അള്ളാഹുവിൻ്റെ നോട്ടം മതി. ആ നിലയ്ക്ക് അള്ളാഹു പരിഗണിക്കുന്ന രൂപത്തിൽ മഅയ്യത്ത് ഖാസോടുകൂടെ അള്ളാഹു തആല നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രേമത്തിൻ്റെ, ഒരു അനുരാഗത്തിൻ്റെ മൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കാൻ അവർ ഒറ്റ നോട്ടം കൊണ്ട്. പിന്നെ അവനക്ക് ഒരു കാലത്തും എന്തില്ല? മരണമല്ല. ഹയാത്തും ബഅദൽ മൗത്ത്. ഓ മരിച്ചാലും പിന്നെ അവനക്ക് എന്തില്ല? മരണമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ നോട്ടമെത്താത്ത മനുഷ്യന്മാർ വലം യദുഖ് തിൽക സക്ര, ഈ ഒരു മഹബത്താകുന്ന അനുരാഗത്തിൻ്റെ ഒരു മധുചഷകം, അതിൻ്റെ രുചി ആസ്വദിക്കാത്ത വ്യക്തികൾ ഫഹുവ ജസദും ബിലാ റൂഹ്, ഒരു ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. അവർ ശരീരമുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരമായ രൂപമാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ അവനക്ക് ആത്മാവ് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം എന്താ? ഓന് അള്ളാഹുവിൻ്റെ മാധുര്യം അവനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. യഗ്ദു വയറൂഹു കൽ ജസദിൽ മത്റൂഹ്. ഓൻ പ്രഭാതത്തിലാകുന്നുണ്ട്, പ്രദോഷത്തിലാകുന്നുണ്ട്, അവൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു നിർജീവമായ ഒരു ശരീരം പോലെയാണ് അവൻ. അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല. മഹാരഥന്മാരാകുന്ന ആളുകൾ പറയാം, അർറൂഹു ഹിയ മഹല്ലു തജല്ലിൽ അവ്വലി ബിൽ ഹുബ്ബ്. നേരത്തെ പറഞ്ഞ ഒരു അല്ലാഹു തആല ജൗഹറുൻ മുഅല്ലമായി സംവിധാനിച്ച അമൂല്യമായ രത്നമാകുന്ന റൂഹുണ്ടല്ലോ, ആ റൂഹ് ഹിയ മഹല്ലു തജല്ലിൽ അവ്വലി ബിൽ ഹുബ്ബ്. അത് അള്ളാഹുവിൻ്റെ ആദ്യ തജല്ലി, സ്നേഹത്തിൻ്റെ ആദ്യ തജല്ലി ഇറങ്ങുന്ന സ്ഥലം ആ റൂഹാകുന്ന സ്ഥലമാണ്. തുമ്മ യത്ലുബുൽ ഖൽബു. പിന്നെ കൽബ് അതിനെ അന്വേഷിക്കും. ആരടുത്തുനിന്ന്? റൂഹിൻ്റെ അടുത്തുനിന്ന് അന്വേഷിക്കും. ഹല്ലഹു മിൻ ഹാദൽ ഹുബ്ബി. ഈ ഹുബ്ബിൽ നിന്ന് കൽബിൻ്റെ ഓഹരി ആരന്വേഷിക്കും? കൽബ് അന്വേഷിക്കും. അൻവാറൻ, പല അൻവാറുകൾ എന്ത് ചെയ്യും? ഈ കൽബ് അന്വേഷിക്കും. കാരണം ഇതിൻ്റെ സ്ഥലം ആരെടുത്ത? അള്ളാഹുവിൻ്റെ തജല്ലിയുടെ സ്ഥലം എവിടെയാണ്? ഒരു മനുഷ്യൻ്റെ റൂഹിലാണ്. ആ റൂഹിന്ന് കൽബ് പറയും, എനിക്ക് കുറച്ച് ഓഹരി നീ തരുമോ? കൽബ് അതിൻ്റെ ഓഹരി അങ്ങ് വാങ്ങും. ثم تسير جميع الجوارح تطلب حظها من القلب. പിന്നെ ഓരോ അവയവങ്ങളും, കണ്ണ് പറയും കൽബിനോട് എനിക്കെൻ്റെ ഒരു കാട്ട്, കൈ പറയും കൽബിനോട് എനിക്കെൻ്റെ ഒരു കാട്ട്. ഓരോ അവയവങ്ങളും കൽബിൽ നിന്ന് ആ ഓഹരികൾ സ്വീകരിക്കും.
അവൻ്റെ മുഴുവൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയാവും. ആ അവസ്ഥയിലാകുന്ന സമയത്ത് പിന്നെ അവനില്ല, ദാക്കിർ അവിടെ അല്ല, പിന്നെ ആര് മാത്രമേ ഉള്ളൂ? മദ്കൂർ മാത്രമാകുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ. എൻ്റെ വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്രായത്തിൽ നീ മുല കുടിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിൻ്റെ അമൃതായി നിന്റെ ഉമ്മയുടെ രൂപത്തിൽ വന്നത് അള്ളാഹുവാണ്. നിന്റെ വായിലേക്ക് ഉമ്മയുടെ മുലക്കണ്ണി വെച്ചിട്ട് നീ ഈമ്പി കുടിക്കുമ്പോൾ, അമൃതായി നീ കുടിക്കുമ്പോൾ, ഏറ്റവും ടേസ്റ്റായ ഒരു മാധുര്യമുള്ള മുലപ്പാലാക്കി നിനക്ക് തന്നത്, നിന്റെ വായിലേക്ക് വെച്ച് തന്നത് അത് അള്ളാഹുവാണ്. വൈകുന്നേരം നീ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ മുട്ടായി പൊതിയുമായി നിന്നെ സമീപിക്കുന്നത് നിന്റെ വാപ്പയുടെ രൂപത്തിൽ അത് അള്ളാഹുവാണ്. കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിധികുംഭമായി നിന്നിലേക്ക് കടന്നു വന്ന നിന്റെ പ്രിയപ്പെട്ട പത്നി, ആ പത്നിയുടെ സ്നേഹം അത് അള്ളാഹു നിക്ഷേപിച്ചതാണ് നിന്നോട്. കാലങ്ങൾ നീ കഴിയുമ്പോൾ ഓരോ ഘട്ടമായി അള്ളാഹു തആല ഓരോ ആനം ഫആനൻ, ഓരോ വക്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് നൽകുന്ന മഹബ്ബത്ത് അത് അള്ളാഹു നൽകുന്നതാണ്. പക്ഷേ അതിൻ്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നിന്റെ ഉമ്മയുടെ സ്നേഹത്തിലൂടെ, നിന്റെ വാപ്പയുടെ സ്നേഹത്തിലൂടെ, നിന്റെ ഭാര്യയുടെ സ്നേഹത്തിലൂടെ, നിന്റെ മക്കളുടെ വാത്സല്യത്തിലൂടെ, ഓരോ ആളുകളുടെ സ്നേഹത്തിലൂടെയും അള്ളാഹു നിന്നോട് എന്ത് ചെയ്തിട്ടുണ്ട്? ആദരവ് കാണിച്ചിട്ടുണ്ട്. അള്ളാഹു നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അത് നീ മനസ്സിലാക്കണം. അത് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ആനന്ദമാണ്. എപ്പോഴും വല്ലാത്ത ഒരു ലഹരിയിലാണ്. ഓൻ ആര് ബുദ്ധിമുട്ടിച്ചാലും ഓനക്കതൊരു പ്രശ്നമല്ല, ആര് കുറ്റം പറഞ്ഞാലും ഓനക്കതൊരു പ്രശ്നമല്ല. ഓൻ അള്ളാഹു എന്ന് പറയുന്ന ആ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഇങ്ങനെ, ആ അവസ്ഥയിൽ അള്ളാഹുവിനോട് ഇങ്ങനെ ഖുർബിലായി ജീവിക്കുന്ന ആളാണ്. വേറെ ഒന്നിലേക്കും അവൻ തിരിയില്ല. വെറും അല്ലാഹ് എന്നൊരവസ്ഥ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.